പേരാമ്പ്രയിലെ ഷാഫിയുടെ തെമ്മാടി ഷോയ്ക്ക് ആ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇന്ന് മറുപടി കൊടുത്തിട്ടുണ്ട്. സമാധാനമായി പരസ്പര സ്നേഹത്തോടെ സഹവർത്തിത്വത്തോടെ ജീവിക്കുന്ന ഒരു നാട്ടിൽ ഷോഫി മൗദൂദികളെയും ജമാഅത്ത് ഇസ്ലാമിക്കാരെയും കൂട്ടി അവിടെ വന്ന് കാട്ടിയ ആ അക്രമത്തിനെതിരെയുള്ള സ്വാഭാവിക പ്രതികരണം, അതും പേരാമ്പ്ര ഏരിയ കമ്മിറ്റിയുടെ കീഴിലുള്ള ആയിരങ്ങൾ അണിനിരന്ന ആ ദൃശ്യം നിങ്ങളൊന്ന് കാണണം. നേരത്തെ പേരാമ്പ്രയിൽ ജനങ്ങൾക്കിടയിൽ അസ്വസ്ഥത സൃഷ്ടിക്കാൻ വേണ്ടി നടത്തിയ കാപട്യമായിരുന്നില്ല ഇത്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെയും കയ്യേറ്റം ചെയ്തതിനു ശേഷം അവിടെ നടത്തിയ പട്ടി ഷോ, അതിൽ പോലീസുകാർക്ക് നേരെ വരെ സ്ഫോടന വസ്തു എറിഞ്ഞു. അങ്ങനെ ഒരു നാടിനെ അശാന്തമാക്കി അതിലൂടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് ആ നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം ഇറങ്ങി നിന്ന് അതിന് പ്രതിരോധമായി മാറിയത്. ഷാഫി എന്താ കരുതിയെ? ഇമാതിരി ഗിമ്മിക്കുകൾ കാട്ടി ഏതെങ്കിലും ഒരു ഭാഗത്ത് തന്റെ മതത്തിന്റെ ഐഡന്റിറ്റി വെച്ച് മനുഷ്യരെ ഒരു ഭാഗത്തേക്ക് കോൺട്രൈസ് ചെയ്തു അതിലൂടെ പേരാമ്പ്ര നാളുകളിൽ പിടിച്ചെടുക്കാമെന്നുള്ളതാണ് തന്ത്രം. കാര്യം ഷാഫി എന്നത് നിലവിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പോയിസൺ ആണെന്ന് എല്ലാവർക്കും അറിയാം. അതിന്റെ ഭാഗമായിട്ടാണ് യാതൊരു പ്രശ്നവുമില്ലാത്തടത്ത് അനാവശ്യമായി പോലീസുകാർക്ക് നേരെ അക്രമം നടത്തി വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. അവർക്ക് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു. തിരിച്ച് ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ഒന്ന് ലാത്തി വീശിയപ്പോ ഏതോ ഒരു ഭാഗത്ത് കൊണ്ടു മഷിക്കുപ്പിയും തേച്ച് നടത്തിയ ആ നാടകത്തെ ജനം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് പേരാമ്പ്രയിലെ ആ ഷോയ്ക്ക് ആ നാട്ടിലെ ജനങ്ങളുടെ പിന്തുണയില്ല. എവിടെയെങ്കിലും കിടക്കുന്ന മൗദൂദികളെയൊക്കെ പൊക്കിക്കൊണ്ടുവന്ന് അവിടെ നടത്തിയ നാടകത്തിനപ്പുറം ഇന്നിപ്പോ ആ നാട്ടിലെ ഒരു ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള ജനവിഭാഗം ഇങ്ങനെ ഇറങ്ങി അണിനിരക്കുമ്പോൾ ആ നാട് ഇമാതിരി ഷോകളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. പകലന്തിയോളം അവർ ജോലിക്ക് പോയതിനു ശേഷം അവരുടെ നാട് അശാന്തമാക്കാനുള്ള ചില വർഗീയവാദികളുടെ പരിശ്രമം തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ഒരു നാടിനെ കലാപഭൂമിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രതിരോധ കൂട്ടായ്മ വൈകുന്നേരം അണിനിരുന്നപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ഒരു ചെങ്കടലായി മാറുന്ന സാഹചര്യമുണ്ടായി. ഇതൊക്കെ ഷാഫിക്ക് കൊടുക്കുന്ന ഒരു താക്കീതാണ്. പേരാമ്പ്രയിൽ അന്ന് പോലീസുകാരെ ആക്രമിച്ച് തല്ലും വാങ്ങിയതിനു ശേഷം PR ക്യാമറയ്ക്ക് മുന്നിൽ അടിച്ചൊരു ഡയലോഗ് ഉണ്ട്, പേരാമ്പ്ര ഞങ്ങൾ പിടിക്കും അത്രേ. അപ്പോ ആ അക്രമം ഉണ്ടാക്കിയതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഇരവാദം പറഞ്ഞ് മതം പറഞ്ഞ് ആ നാട്ടിലെ ഒരു വിഭാഗം മനുഷ്യരെ തന്റെ പിന്നിൽ അണിനിരത്താനുള്ള ഒരു രാഷ്ട്രീയ ഫ്രോഡ് പരിപാടിയാണ്. അത് ജനം തിരിച്ചറിഞ്ഞു എന്നതിന്റെ തെളിവ് കൂടിയാണ്. അതിനോട് ഒരംശം പോലും മമത കാട്ടാതെ അവർ ഇന്ന് ആ പൊതുയോഗത്തിൽ പങ്കെടുത്ത് അതിനെതിരെ സമരമായി മാറിയത് അതൊരു താക്കീത് കൂടിയാണ്. ഇങ്ങനെയുള്ള രാഷ്ട്രീയ ഗിമ്മിക്കുകൾ കൊണ്ട് ഒരു നാടിന്റെ മനസ്സിലേക്ക് പ്രവേശിക്കാമെന്നുള്ള ഷാഫിയുടെ കുതന്ത്രം അതങ്ങോട്ട് നടക്കാൻ പോകുന്നില്ല. പണ്ട് കാലഘട്ടത്തിൽ ഇമാതിരി തോന്നിവാസമൊക്കെ പലയിടങ്ങളിലും കോൺഗ്രസ്സുകാർ കാട്ടിയിട്ടുണ്ട്. ഇന്നും അതുപോലെ സംഘർഷങ്ങൾ ഉണ്ടാക്കി സംഘപരിവാർ ചെയ്യും പോലെ ആ പ്രദേശത്തെ ജനങ്ങൾ ഭീതി ഉണ്ടാക്കി അവരെ തങ്ങളിലേക്ക് അടുപ്പിക്കുക എന്നുള്ള മൗദൂദി രാഷ്ട്രീയം ഈ നാട്ടിൽ വിലപ്പോകില്ല എന്നതിന്റെ തെളിവ് കൂടിയാണ് അവിടെ കണ്ടതെന്ന് പറയാതിരിക്കാൻ തരമില്ല. ഇതൊക്കെയാണ് ഷാഫി ഈ നാടിന്റെ മതേതരത്വം. ആ നാടിന്റെ മനസ്സുകൾ ഇതുപോലുള്ള വർഗീയ ഇടപെടലുകളെയും ചെറുത്ത് തോൽപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.